ഓക്കെ, നമുക്ക് ഇനി പറയാനുള്ള നെക്സ്റ്റ് ടോപ്പിക്ക് വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സൈ എന്നാണ്. സൈ വേവ് ഫംഗ്ഷൻ സൈ ഈസ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ദെൻ ദ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദ ക്വാണ്ടിറ്റി ദാറ്റ് അണ്ടർഗോസ് the quantity that undergoes periodic changes of a body. Undergoes periodic changes of a body is called wave function psi. Wave function psi. It is a fundamental quantity or basic quantity in quantum mechanics and fundamental quantity or basic quantity in quantum mechanics. Okay, and wave function psi is the quantity that undergoes periodic changes. Undergoes periodic changes of a body is called a wave function. Okay, then നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, സിംഗിൾ വാല്യൂഡ് ആണ്. സിംഗിൾ വാല്യൂഡ് ആണ്, കണ്ടിന്യൂസ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഓക്കെ, ദെൻ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഓർ സൈ സ്റ്റാർ dx dy dz. So modulus of psi square or psi star gives the probability of psi star gives the probability of finding the particle. Probability of finding the particle അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഏത് തരുന്നത്, സൈ സ്റ്റാർ തരുന്നത്. സൈ സ്റ്റാർ എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സൈ ആണ്. സൈ സ്റ്റാർ ഈസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സൈ. സൈ സ്റ്റാർ ഈസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സൈ. ഓക്കെ, അപ്പോൾ സൈ സ്റ്റാർ എന്താണെന്നൊന്നും നമുക്ക് എഴുതാൻ വരില്ല, എങ്കിലും എന്താണ് സൈ സ്റ്റാർ എന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ സൈ എന്ന് പറയുന്നത് സപ്പോസ് സൈ ഈക്വൽ ടു a(i)(kx) ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സൈ സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ഐ ആയതുകൊണ്ട് a(e)-i)(kx) ആയിരിക്കും. ഇനി സൈ എന്ന് പറയുന്നത് a(e)-i)(kx) ആണെങ്കിൽ സൈ സ്റ്റാർ എന്ന് പറയുന്നത് a(i)(kx) ആയിരിക്കും. ഇനി സൈ ഈക്വൽ ടു ഇപ്പം a cos x എന്നാണെന്ന് വിചാരിക്കുക, cos kx ആണെങ്കിൽ സൈ സ്റ്റാറും എന്ത് തന്നെയാണ്, a cos kx തന്നെയാണ്. കാരണം എന്താണ്, ഇവിടെ ഐ ഇല്ല. അപ്പോൾ ഇവിടെ പ്ലസ് ഐ ഉണ്ടെങ്കിൽ മൈനസ് ഐ ആവും, മൈനസ് ഐ ആണെങ്കിൽ അത് പ്ലസ് ഐ ആവും. ഇതിനെയാണ് നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇൻ്റഗ്രൽ -∞ to +∞ സൈ സ്റ്റാർ dx dy dz. അപ്പോൾ dx dy dzനെ നമുക്ക് എങ്ങനെ എഴുതാം, -∞ to +∞ സൈ സ്റ്റാർ d ടോ എന്ന് എഴുതാം. dx dy dzനെ നമ്മൾ എന്താ എഴുതാൻ പോവുകയാണ്, വോള്യം എലമെൻറ്റ് d ടോ, വോള്യം എലമെൻറ്റ്. ഓക്കെ, ഗീവ്സ് ദ probability of finding the particle. Psi star gives the probability of finding the particle. ഇപ്പോൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് കിട്ടുന്നത് probability of finding the particle ആണ്. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ -∞ to +∞ സൈ സ്റ്റാർ d tau is equal to 0. 0 means there is no probability of finding the particle. There is no probability of finding the particle. Okay, then integral -∞ to +∞ psi star d tau equal to infinite is an infinite value ആണെന്ന് വിചാരിക്കുക. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ദ പാർട്ടിക്കിൾ ഈസ് എവരിവെയർ, എവിടെയെങ്കിലും ആയിരിക്കും. ദ പാർട്ടിക്കിൾ ഈസ് എവരിവെയർ സൈമൾട്ടേനിയസ്ലി, എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് കേസ് ഇൻ്റഗ്രൽ -∞ to +∞ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ d tau ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. ഫൈനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഇവിടെ എവിടെയോ ഉണ്ട്. ദാറ്റ് ഈസ് ദ പാർട്ടിക്കിൾ ഈസ് സംവേർ ദർ. സംവേർ ഫൈനൈറ്റ് ആണ്, സോ പാർട്ടിക്കിൾ ഈസ് സംവേർ ദർ.
ഓക്കെ. ദെൻ ഇൻ്റഗ്രൽ -∞ to +∞ psi star d tau ഈക്വൽ ടു 1. പാർട്ടിക്കിൾ എന്താണ് ഇവിടെ ഷുവറായിട്ടും പാർട്ടിക്കിൾ ഉണ്ട്. ദാറ്റ് ഈസ് ഈ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ? ഇൻ്റഗ്രൽ -∞ to +∞ psi star d tau ഈക്വൽ ടു 1. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ഇവിടെ എവിടെയോ കാണാം, ഷുവറാണ്. ഓക്കെ, ദ പാർട്ടിക്കിൾ നമുക്ക് ഇവിടെ ഷുവറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേവ് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വേവ് ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൈ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ്, കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡാണ്. സൈ കണ്ടിന്യൂസ് സിംഗിൾ വാല്യൂഡ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സൈയും കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡാണ്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ്? ഡോ സൈ ബൈ ഡോ എക്സ്, ഡോ സൈ ബൈ ഡോ വൈ, ദെൻ ആൻഡ് ഡോ സൈ ബൈ ഡോ സെഡ്. ഇതെല്ലാം എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ഏതാണ്? സൈ ആണ്. അപ്പോൾ സൈ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സൈയുടെ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡാണ്. ദെൻ സൈ മസ്റ്റ് ബി നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ -∞ to +∞ d tau ഈക്വൽ ടു 1. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ വേവ് ഫംഗ്ഷനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജസ്റ്റ് പോയിൻ്റ് ഓർത്ത് വയ്ക്കാം. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക് ക്വാണ്ടിറ്റി ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ദെൻ സിംഗിൾ വാല്യൂഡ് ആണ്, കണ്ടിന്യൂസ് ആണ് സിംഗിൾ വാല്യൂഡ്. ദെൻ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഓർ സൈ സ്റ്റാർ എന്ന് പറയുന്നത് ഗീസ് ദ പ്രോബബിലിറ്റി. അപ്പോൾ സൈ ഗീസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. പ്രോബബിലിറ്റി പാർട്ടിക്കിൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് സൈ തരുന്നത്. ഓക്കെ. ദെൻ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ dx dy dz. ഈ മൂന്നെണ്ണത്തിനെയും കൂടി നമ്മൾ വോള്യം എലമെൻ്റ് എന്നാണ് പറയുക, അപ്പോൾ അതിന് നമ്മൾ d tau എന്ന് മാറ്റി. ഓക്കെ. സോ ഇറ്റ് ഗീവ്സ് ദ പ്രോബബിലിറ്റി. ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും പ്രോബബിലിറ്റിയാണ് പറയുന്നത്. ഈക്വൽ ടു 0 മീൻസ് ദർ ഈസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. ദെൻ ഇൻഫൈനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ എവിടെയോ ആണ്, എവ്രിവെയർ. പാർട്ടിക്കിൾ ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവെയർ ഇവിടെ എവിടെയോ ഉണ്ട്. ഓക്കെ. ദെൻ ഇൻ്റഗ്രൽ -∞ to +∞ psi star d tau ഈക്വൽ ടു 1. ദാറ്റ് ഈസ് മീൻ ബൈ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് വേവ് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പം നമ്മുടെ വേവ് ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.